നിർബന്ധമായും ഹബീബിന് സ്വലാത്തും സലാമും പറയൽ നമുക്ക് നിർബന്ധമാണ്. സ്വലാത്തും സലാമും പറയൽ നിർബന്ധമാണ്. ഇബ്രാഹിം നബിയെ പറ്റി പറയുമ്പോൾ അലൈഹിസ്സലാം സലാം മാത്രമേ പറയൂ. നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സ്വലാത്തും സലാമും പറയണം. എന്തുകൊണ്ട്? സൂറത്തുൽ അഹ്സാബിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും മലാക്കമാരും ഹബീബിന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, സ്വല്ലൂ അലൈഹി, നിങ്ങൾ സ്വലാത്ത് പറയണം. വസല്ലിമൂ തസ്ലീമാ, ഹബീബിനോട് സലാമും പറയണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അത് മറ്റൊരു പ്രവാചകനും അല്ലാഹു നൽകിയില്ലല്ലോ. അതുമാത്രമല്ല, ഉഅ്തിയ മഫാതീഹ ഖസാഇനിൽ അർദ്, ആകാശഭൂമികളുടെ ഉഅ്തിയ മഫാതിഹൽ ഖസാഇൻ, എല്ലാ നിധികളുടെയും താക്കോൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ അല്ലാഹു നൽകിയിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وراودته الجبال الشم من ذهب عن نفسه فأراها أيما شمم. وراودته الجبال الشم من ذهب عن نفسه فأراها أيما شمم. وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. مولاي صل لم دائما أبدا على حبيبك خير الخلق كلهم. കഴിഞ്ഞില്ല വഅന്ന മുഅ്ജിസാതിഹി, നബിതങ്ങളുടെ മുഅ്ജിസത്തുകൾ മുസ്തമിറത്തുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നവയാണ്. ഹബീബിന്റെ മുഅ്ജിസത്തുകൾ മുറിഞ്ഞു പോകുന്നില്ല. മറ്റമ്പിയാക്കന്മാരുടേത് മുഅ്ജിസത്തുകൾ മുറിഞ്ഞുപോയി, ഹബീബിന്റെ മുഅ്ജിസത്തുകൾ അവസാനിക്കുന്നില്ല. അല്ലാഹു തആല ഖാതബ ജമീഅൽ അംബിയാഇ ബിഅസ്മാഇഹിം, എല്ലാ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ നമ്മുടെ ഹബീബിനെ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബിയ്യ, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ, അല്ലാഹുവിന്റെ ദൂതരായവരെ നബിയേ, അല്ലാഹുവിന്റെ നബിയായവരെ നബിയേ. യാ മുഹമ്മദു എന്ന് ഒരിക്കൽ പോലും അല്ലാഹു ഹബീബിനെ വിളിച്ചില്ല. എന്നാൽ അല്ലാഹു യാ സക്കരിയ എന്ന് വിളിച്ചിട്ടുണ്ട്, സക്കരിയ പ്രവാചകനെ. യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ഈസ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ദാവൂദ് എന്ന് വിളിച്ചിട്ടുണ്ട്, യാ നൂഹ് എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ആദമു എന്ന് വിളിച്ചിട്ടുണ്ട്. നബിയെ ഒരിക്കൽ പോലും യാ മുഹമ്മദു എന്ന് നബിയോടുള്ള ബഹുമാനം കൊണ്ട് അല്ലാഹു വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഹബീബിന്റെ പേര് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്അലു ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം പേര് വിളിക്കുന്ന പോലെ എന്റെ ഹബീബിനെ വിളിക്കരുത്. ഹബീബിനെ വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബിനെ വിളിക്കുന്നത് യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യ, അഹബ്ബുന്നാസി ഇലൈക, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാ നബിയെ എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ആയിഷയാണ് അംറേ. മഹാനവർ പറഞ്ഞു നബിയെ, ആയിഷ ബീവി പെണ്ണല്ലേ, ആണുങ്ങളിൽ ആർക്കാണ് അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അംർ ഇബ്നു ആസ് വിചാരിച്ചു തന്നെയായിരിക്കുമെന്ന്. ഞങ്ങൾ പറഞ്ഞു അബൂഹാ, അവരുടെ ഉപ്പയാണ്, ആയിഷ ബീവിയുടെ ഉപ്പയാണ് ആണുങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ളവർ. പിന്നെ ആരാ നബിയെ? ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ ആരാണ്? ഫഅദ്ദ ഉനാസൻ ഫകരിഹ്തു അൻ നകൂന ആഖിറഹും ഫമാ സഅൽതുഹു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹദീസിൽ കാണാൻ കഴിയും
വിളിക്കട്ടെ. നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി നബിതങ്ങളെ യാ സൗജി എന്നല്ല വിളിക്കുക, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ. അമ്പിയാക്കന്മാരെ വിളിക്കുന്ന പോലെ ഹബീബിനെ വിളിക്കല്ലേ. ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നൊരു മലക്ക് നബിതങ്ങളുടെ മുമ്പിൽ അവതരിച്ചു. സൂറെന്ന കാഹളം പിടിക്കുന്ന മലക്ക് ഭൂമിയിലേക്ക് വന്നത് ഒരേ ഒരു സമയം മാത്രമാണ്, അതിന്റെ മുമ്പ് വന്നിട്ടില്ല. ഹബീബിന്റെ മുമ്പിൽ വന്നതിന് ശേഷം ഭൂമിയിലേക്ക് വരികയുമില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ലഖദ് ഹബത അലയ്യ മലകുൻ മിനസ് സമാ മാ ഹബത അലാ നബിയ്യിൻ ഖബ്ലി വലാ യഹ്ബിതു അലാ അഹദിൻ ബഅദി വഹുവ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ ബഹുമതി ഹബീബായ നബിതങ്ങൾക്കല്ലാതെ ആർക്കാണ് കിട്ടിയത്? أنا سيد ولد آدم يوم القيامة ولا فخر وبيدي لواء الحمد ولا فخر. മനുഷ്യകുലത്തിന്റെ നേതാവല്ലയോ റസൂലുള്ളാഹ്, അവിടുത്തെ കയ്യിലല്ലയോ ലിവാഉൽ ഹംദ് കിടക്കുന്നത്? ഹബീബിന്റെ കൂടെയുള്ള കരീൻ, ഏതൊരു മനുഷ്യനും ജിന്നായൊരു കരീനുണ്ട് തിന്മയിലേക്ക് വിളിക്കാൻ. പക്ഷേ ഹബീബിന്റെ കരീൻ മുസ്ലിമാണ്. അസ്ലമ കരീനുഹു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. നമുക്ക് കാഫിറായ ഒരു ജിന്ന് തിന്മയിലേക്ക് വിളിക്കാൻ മനുഷ്യന്റെ കൂടെയുണ്ട്, എല്ലാവരുടെയും കൂടെയുണ്ട്. എന്നാൽ അമ്പിയാക്കളിൽ ഹബീബായ നിബിതങ്ങളുടെ കൂടെയുള്ള കരീൻ മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. ഇത് സാധാരണ മനുഷ്യർക്കുണ്ടോ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.